അതിലെല്ലാവിധ ഭാവങ്ങൾ നേരുന്നു. നിലമ്പൂരിൽ എന്ത് വിജയ സാധ്യതയാണ് നമുക്ക് പ്രധാനമായും ജനങ്ങളുടെ മുന്നിലോട്ട് വെക്കാൻ കഴിയുന്നത്? വിജയം സുനിശ്ചിതമാണ്. കാരണം നിലവിൽ ഇടതുപക്ഷം വിജയിച്ച ഒരു സീറ്റാണ്, തുടർച്ചയായി വിജയിക്കുന്ന സീറ്റാണ്. ചരിത്രത്തിൽ മുൻപും LDF സ്വതന്ത്രന്മാരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും ഒക്കെ ജയിച്ചിട്ടുള്ള നാടാണ്. എല്ലാറ്റിനും ഉപരി ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ, അത് LDFനോട് ചില വിയോജിപ്പും വിമർശനങ്ങളും ഇത്തിരി പരിഭവങ്ങളും ഒക്കെ ഉള്ളവർ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. അവർ ഈ ഗവൺമെൻറ്റിന് തുടർച്ച ഉണ്ടാവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അത് സർക്കാർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക് ഒക്കെയുള്ള ഒരു അംഗീകാരമാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. LDFന്റെ വിജയത്തിന്റെ അടിത്തറ ഈ കാര്യങ്ങളായിരിക്കും. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന്റെ വിലയിരുത്തലാകും. ഇന്ന് ഗോവിന്ദ മാഷും പറഞ്ഞു സാർ അങ്ങനെ ഒരു ആത്മവിശ്വാസം അത് മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ആത്മവിശ്വാസം. സാധാരണ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അങ്ങനെ പറയാനൊന്നും മടിക്കും. ഒരു മടിയുണ്ടായില്ലല്ലോ നമ്മുടെ നേതാക്കന്മാർക്ക് അങ്ങനെ പറയാൻ. അതിന് കാരണം അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തോട് നല്ല മതിപ്പുണ്ട്. ഇപ്പോൾ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ പഴയ കാര്യം പലരും മറന്നു പോകുന്നതുകൊണ്ടാണ്. UDFന്റെ ഭരണകാലത്ത് കേരളത്തിൽ പവർ കട്ടായിരുന്നു. ആദ്യം അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, പിന്നെ അപ്രഖ്യാപിത കട്ട്. ഇപ്പോൾ 9 വർഷമായി പവർ കട്ടില്ല. ഏതെങ്കിലും ഒരാൾ, രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, പവർ കട്ട് വരണം എന്ന് ആഗ്രഹിക്കുമോ? ഇല്ല, ആഗ്രഹിക്കില്ല. അപ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ നേട്ടങ്ങൾ തുടരണം. ക്ഷേമ പെൻഷൻ 1600 രൂപ പെൻഷൻ, പണ്ട് പെൻഷൻ ഇല്ലല്ലോ, മുടങ്ങിപ്പോയില്ലേ? അപ്പോൾ ഇത് മുടങ്ങണമെന്ന് ആരും ആഗ്രഹിക്കില്ല. നമ്മുടെ ആശുപത്രിയിൽ, സ്കൂളുകളിൽ, റോഡിൽ ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ അത് ജനങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് LDF തുടരണം എന്ന പൊതുവായ ഒരു വികാരം ഉയർന്നു വരുന്നത്. തീർച്ചയായും നിലമ്പൂരിൽ അത് പ്രതിഫലിക്കും. ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ച രാഷ്ട്രീയ സാധ്യത അൻവറാണ്. അത് ഏത് തരത്തിലാണ് മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ജനങ്ങൾ ഒരു ജനപ്രതിനിധി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. സാധാരണഗതിയിൽ ആ വിശ്വാസം പാലിക്കുകയാണ് വേണ്ടത്. അതിനിപ്പോൾ ഞാൻ ഈ ഘട്ടത്തിലും അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് അത്തരത്തിലൊരു നിലപാടിലേക്കൊക്കെ നയിച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കന്മാരാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതൊന്നും ജനാധിപത്യത്തിൽ ഉചിതമായ കാര്യമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വികസന കാര്യങ്ങളൊക്കെയാണ് ജനങ്ങൾ സ്വാഭാവികമായി ചർച്ച ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ചർച്ചയ്ക്ക് വിഷയമാകുമായിരിക്കും. അതിലും ഞങ്ങൾക്ക് വിരോധമില്ല. എല്ലാം ജനം തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നുകൊണ്ട് തന്നെ അവിടെ വലിയ ആഹ്ലാദ പ്രകടനമാണ് പ്രവർത്തനം. എപ്പോഴാണ് മണ്ഡലത്തിലേക്ക് എത്തുക? ആ കാര്യങ്ങളിലൂടെ ഞാൻ പാർട്ടിയുമായിട്ട് ആലോചിക്കും. സാധാരണ ദൂരമുണ്ടല്ലോ ഇത്രയും. ഇന്ന് സെക്രട്ടേറിയറ്റ് കൂടാൻ വേണ്ടി വന്നാണ്. ഇന്നലെ അവിടെയാണ് ഉണ്ടായിരുന്നത്. നാളെ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെ സമയം മറ്റും നമുക്ക് അറിയിക്കാം. എല്ലാവിധ വിശ്വാസത്തിലും നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായ M സ്വരാജാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മണ്ഡലത്തിൽ ഇടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇത്രയും കാലം ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. തീർച്ചയായും നിലമ്പൂരിൽ ഒരു കൃത്യമായ ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് M സ്വരാജും അതിന് അല്പസമയം മുമ്പ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ MV ഗോവിന്ദൻ മാഷുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ അദ്ദേഹം മണ്ഡലത്തിൽ സജീവമാകും. അത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്.